പൂജാതനായി രാജാതിരാജനിന്ന് ബേദലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ മേളമീട്ടി ആത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ഗോശാലയിൽ പൂജാതനായി രാജാതിരാജനിന്ന് ബേദലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ മേളമീട്ടി ആത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമാണ് അല്ലേ? ഇവയെല്ലാം അലങ്കരിക്കാൻ നാം ഉപയോഗിക്കുന്ന 2 വസ്തുക്കളാണ് റെഡ് ബോബിൾസും റിബണും. ഇവ എന്താണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ചുമന്ന റിബൺ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാണ് ഇത് പ്രതീകമാക്കുന്നത്. അയൽക്കാർക്കിടയിലെ ക്രിസ്തീയ ഐക്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബോധവാന്മാരാക്കുന്ന അർത്ഥവത്തായ ഒരു മാർഗമായി റെഡ് റിബണുകളെ കണ്ടിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. വിളക്ക് തൂണുകളിലും വാതിലുകളിലും തപാൽ പെട്ടികളിൽ പോലും ചുമന്ന റിബൺ കെട്ടിയിരുന്ന വീടുകളിൽ ദൈവം വാഴുന്നുവെന്ന് വിശ്വസിച്ച സമൂഹം. ഈജിപ്തിലെ ബാധകൾ തങ്ങളെ കടന്നു പോകുമെന്ന വിശ്വാസത്തിൽ ഇസ്രായേൽക്കാർ ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് വാതിലുകളിലും ജനലുകളിലും വരച്ചതുപോലെ ഈശോയുടെ രക്തത്തിന്റെ ശക്തിയാൽ നമ്മളും സംരക്ഷിതരാകും എന്ന ഉറച്ച വിശ്വാസമാണ് റെഡ് റിബൺ തൂക്കുന്നതിലൂടെ വെളിപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് റെഡ് ബോബിൾസും. ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് റെഡ് ബോബിൾസ്. ട്രീയിലും പുൽക്കൂട്ടിലുമെല്ലാം മനോഹരമാക്കുന്നതിൽ റെഡ് ബോബിൾസ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ക്രിസ്തീയ ഐക്യം ശക്തമാണെന്നും ഏത് അപകട കാലഘട്ടങ്ങളിലും മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ അത് സഹായകരമാണെന്നും ലോകത്തെ അറിയിക്കുവാൻ റെഡ് ബോബിൾസ് തൂക്കുന്നത് വഴി സാധ്യമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തീയ വിശ്വാസം മറ്റുള്ളവരെ ബോധ്യമാക്കാനും റെഡ് റിബണും റെഡ് ബോബിൾസും നമ്മെ സഹായിക്കുന്നു. ക്രിസ്മസ് നോമ്പിലായിരിക്കും നമുക്ക് ഇന്നേ ദിവസം ഒരു നന്മ പ്രവൃത്തിയും കൂടെ ചെയ്യാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ആരെങ്കിലുമായി പങ്കുവെക്കാം. ഈ പങ്കുവെക്കൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്ന ഒരു നന്മ പ്രവൃത്തിയായി എണ്ണപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.